ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് എല്ലാവരും വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ ഒരു ടാക്സിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. മറ്റാരുമല്ല, അവൻ അങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടെ മോഹിനിയുണ്ട്. അപ്പം ജീവനാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കലി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കല്ല് പിടിച്ച് അവക്കിട്ട് വച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അമലും മോഹിനിയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു. ജീവ ജീവ എന്ന് വിളിച്ചു. പക്ഷേ ഇവൻ വാതിലൊന്നും തുറക്കണില്ല, വാതിലൊന്നും അടച്ചിട്ടുമില്ല. അപ്പോൾ ഇവരകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ജീവ എന്ന് വിളിച്ച് ഈ അമലിനെ കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി. എടാ അമൽ എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കേട്ടോ. ആഹാ, എടാ നീ എത്തിയോ എന്ന് ചോദിച്ചു. അപ്പോൾ നീ എപ്പോഴാണ് എത്തിയത്? നീ എപ്പോഴാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്? ഞാൻ ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇവൻ അവിടെ വീട്ടിലുണ്ടായിരുന്നോ? എന്നാൽ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം എന്നോട് പോലും ഇവൻ പറഞ്ഞില്ല. നല്ല ദിവസം ഏതായാലും ഞാൻ ഇറങ്ങിയത് അല്ലടാ. എല്ലാം അമ്മ പറഞ്ഞു ജീവ, എനിക്കറിയാമായിരുന്നു. സാരമില്ലടാ, വിഷമിക്കണ്ട. വലിയ പ്ലാനുമായിട്ടാണ് നീ ജയിലിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നത്. ഇന്നലെ വൈകുന്നേരം വരെ നീയായിരുന്നു വിജയ്. പക്ഷേ ഇന്ന് അവർ ജയിച്ചോ? ഇന്നലെ രാത്രി മുതൽ അവരുടെ കൈകളിലായി. ഞാൻ പറഞ്ഞില്ലേ മോനെ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അല്ല, ഫോൺ ചെയ്യുമ്പോൾ ഞാനും ശ്രദ്ധിക്കണമായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താ അമ്മേ കാര്യം എന്ന് ചോദിച്ചു. നടക്കേണ്ടതൊക്കെ നടന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതെ, ഒന്നിനെയും വെറുതെ വിടരുത്. അതൊക്കെ വേണം. എന്ത് വേണമെന്ന് നീ പ്ലാൻ ചെയ്യുക. ഞാനുണ്ട് നിൻ്റെ കൂടെ. എടാ, നീ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ. വീണ്ടും ജയിലിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണോ നീ? എടാ, അമ്മയൊന്ന് നേരാൻ വണ്ണം 2-3 ദിവസമെങ്കിലും ഒന്ന് കണ്ടോട്ടെ. എൻ്റെ അമ്മ തന്നെയാണോ ഈ പറയണത്? അമ്മയുടെ ശത്രുക്കൾ തന്നെയല്ലേ ഇവൻ്റെ ശത്രുക്കൾ? എന്നിട്ടാണോ ചൂടാറുന്ന മുമ്പ് തന്നെ തക്കതായ ശിക്ഷ കൊടുക്കണം എല്ലാത്തിനെയും കാരണം അവർ മാത്രം. ആ മീനും അർജുനും എന്ന് പറഞ്ഞു. കാഞ്ചനയുടെ മനസ്സ് മാറ്റിയതും എൻ്റെ പ്ലാൻ തകർത്തതും എല്ലാം അവർ തന്നെയാണ്. എൻ്റെ കാര്യത്തിലും അവർ തന്നെയായിരുന്നു വില്ലന്മാർ. പക്ഷേ നേരാവണ്ണം എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. വഴുതി പോയി. ഒടുക്കം എന്നെ ജയിലിൽ കയറ്റിയത് അവനാ, ആ അർജുൻ. എല്ലാം ചേർത്ത് കൊടുക്കാൻ നമുക്ക് അവന് എന്ന് പറഞ്ഞു. പിന്നെ കാഞ്ചന, അവളുടെ കാര്യം ഈ ചതിക്ക് ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യാം. എടാ, ഞാനെന്ന് പറയാതെടാ, നമ്മളെന്ന് പറയടാ. ആഹാ, പറഞ്ഞ് രണ്ടുകൂടെ ഇന്ന് തന്നെ രാത്രി എല്ലാത്തിനെയും തട്ടാനായിട്ടാണോ പ്ലാന്? എന്തായാലും അതെ, നമുക്ക് സാവകാശം ഇരുന്ന് ആലോചിക്കാം. എന്തായാലും എടുത്തു ചാടി അബദ്ധമൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞു. നീ ഇങ്ങോട്ട് വാ അമൽ എന്ന് പറഞ്ഞ് മോഹിനി അമലിനെയും കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റിട്ട്, എടാ കൊല്ലണം നമുക്കവരെ, ഒരു വിട്ടുവീഴ്ചയും വേണ്ട. എപ്പോൾ എങ്ങനെയെന്നൊക്കെ നീ പ്ലാൻ ചെയ്തോ ധൈര്യമായിട്ട്. കുറേ കാലത്തിന് ശേഷം വീട്ടിലെത്തിയതല്ലേ, അമ്മയെ പിണക്കാൻ വയ്യ. എന്നാൽ ഞാൻ വിളിക്കാം, ശരിടാ എന്ന് പറഞ്ഞ് അമലും ജീവനോടെ അങ്ങോട്ടേക്ക് പിരിഞ്ഞോട്ടോ. അപ്പോൾ അമൽ വീട്ടിലേക്ക് പോയി. അപ്പോൾ ജീവൻ ഇങ്ങനെ കലി പൂണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ അർജുനും മീനും അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മുടെ പ്ലാൻ വിജയിച്ചു. അതാണെങ്കിൽ തമാശയ്ക്ക് തുടങ്ങിയതാ, അതങ്ങ് കാര്യമായി എന്ന് പറഞ്ഞു. പ്രഭ മാറുകയും ചെയ്തു. ഇനി ഈ വീട്ടിൽ സന്തോഷം നിറയും എന്ന് പറഞ്ഞു അച്ഛൻ. കാഞ്ചന ചേച്ചിക്ക് നല്ലൊരു ഭർത്താവിനെ തന്നെ കിട്ടുകയും ചെയ്തു എന്ന് മീനു പറഞ്ഞു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ജീവൻ വന്ന് പറഞ്ഞപ്പോൾ ഈ കല്യാണം തന്നെ വേണ്ടാന്ന് വെച്ചേനെ. അല്ലേട്ടൻ്റെ അമ്മയാ ലേഡി സൂപ്പർ സ്റ്റാർ. എന്തായിരുന്നു അവരുടെ പെർഫോമൻസ്, സൂപ്പറല്ലേ. നമ്മുടെ ഈ സന്തോഷത്തിന് അല്പായുസമുള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു അഖില. എന്തു പറ്റി? അല്ല, കാഞ്ചനച്ചിയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. ഇവിടെ കളിക്കുന്ന കളി അവിടെ കളിച്ചാൽ ആ അമ്മ ചവിട്ടി പുറത്താക്കും. കാര്യനൊക്കെ വളയ്ക്കാതിരി അഖില എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഇവളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞോണ്ടേ ഗൗതം. പിന്നെ നിൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാണല്ലോ അഖില, വേണ്ടാട്ടോ, നിർത്തിക്കോ. അപ്പോൾ അതേണ്ട പ്രഭാവതി അങ്ങോട്ട് വന്നു. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാനൊരു പായസം വെക്കാൻ പോവാം. അത് തന്നെയാണ് ഇപ്പം ഞങ്ങളും പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് കാഞ്ചന കല്യാണം കഴിച്ച് പോയതിനെ കുറിച്ചല്ലേ? പക്ഷെ ഞാൻ പറയുന്നത് അതല്ല കേട്ടോ. അവളുടെ ഇളയമ്മ മല്ലിക, അവളിവിടെ ഇല്ല എന്ന് പറഞ്ഞു. അവൾ പോയോ? എപ്പോൾ പോയി, എങ്ങനെ പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എവിടേക്ക്? ആർക്കറിയാം എങ്ങോട്ട് പോയി എന്ന്. എന്താണെങ്കിലും ഇവിടുന്ന് പോയി. പിന്നെ ഇവളുടെ ഡ്രസ്സും ബാഗും ഒന്നും ഇവിടെ കാണുന്നില്ല. സമാധാനമായി എന്ന് പറഞ്ഞു. എന്തായാലും അവരെ എങ്ങനെ ഓടിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അവരായിട്ട് തന്നെ അങ്ങ് പോയി. സന്തോഷം. ഈ സന്തോഷം അങ്ങോളം വേണം. എന്താണെങ്കിലും
ഇനിയിപ്പം നമുക്ക് ഒരപശകുനവും നമ്മുടെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? ഓ മനസ്സിലായേ എന്ന് പറഞ്ഞു പ്രഭാവതി. എന്നാൽ നിങ്ങളോടുകൂടിയാ പറഞ്ഞത്. ആ മനസ്സിലായി എന്ന് പറഞ്ഞ് ഗൗതവും കയറിപ്പോയി. പുറകിന് തന്നെ നമ്മുടെ അഖിലയും കയറി പോവാണ് കേട്ടോ. അപ്പം പ്രഭാവതി അമ്മ അവിടെ നിന്നിട്ട് ഓ ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഇതുവരെയും തീർന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചു. എങ്ങനെ തീരാനാ, ആർക്കറിയാം. ആ അതൊക്കെ വിട്ടുകളാ, അമ്മ പേടിക്കണ്ട, അത് ഞങ്ങൾ എന്താണെങ്കിലും സംസാരിച്ച് സെറ്റാക്കിക്കോളാം ആ മീനു എന്ന് പറഞ്ഞ മീനുവിനെയും കൂട്ടിക്കൊണ്ട് അർജുനും അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. ആ നീ എന്താ നോക്കിയിരിക്കുന്നത്, ചെന്ന് പായസം ഉണ്ടാക്കും പ്രഭാവതി, നീ ചെല്ല് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭാവതി ഭയങ്കര സന്തോഷത്തിൽ അകത്തേക്ക് കയറിപ്പോയി. മീന് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അഖില നേരെ റൂമിലേക്ക് കയറി വരുമ്പം ആൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്ത് പറ്റി തന്നെ ഇരുന്ന് ചിരിക്കാനായിട്ട്? ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതല്ലല്ലോ, എന്തോ ഒരു കാര്യമുണ്ടല്ലോ. എന്താ എന്താ ചേച്ചി പറ. അല്ല അത് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണോയെന്ന് എനിക്കൊരു സംശയം ചേച്ചി. ആ അതെ, എന്നാൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, നമുക്ക് സംശയം തീർക്കാമല്ലോ എന്ന് പറഞ്ഞു. ചെയ്യണം. പിന്നെ നാളെ നമുക്ക് ഹോസ്പിറ്റലൊന്ന് പോയാലോ? ഹോസ്പിറ്റലൊക്കെ പിന്നെ പോവാം, ആദ്യം തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ നോക്കാമല്ലോ. അല്ല അത് വേണോ, അതൊക്കെ വാങ്ങണ്ടേ എന്ന് ചോദിച്ചു. ഈ ചേച്ചിയുടെ ഒരു കാര്യം എന്താ ചേച്ചി ഇത്? അല്ല ഇത് തൽക്കാലം അർജുൻ അറിയണ്ട, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പോസിറ്റീവ് ആണെങ്കിൽ മാത്രം പറയാം. ശരി, വെറുതെ അവനെ എന്തിനാ ആശിപ്പിക്കുന്നത്? ഇല്ല ഞാൻ ആരോടും പറയുന്നില്ല, എന്താ പോരെ എന്ന് ചോദിച്ച് അഖില അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയിട്ടാ. അപ്പം മീനു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും റിസൾട്ട് എന്നറിയാൻ പിന്നെ കാണുന്നത് നമ്മുടെ കാഞ്ചനയാണ്. അപ്പോൾ കാഞ്ചന ഇതേ ഒരുങ്ങി മണിയറയിലേക്ക് ഇപ്പോൾ പോകാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കണം. ഓ എന്താണെങ്കിലും ആശ്വാസ ഭാഗ്യം, ജീവൻ്റെ ഇതുവരെ കോളൊന്നും വന്നില്ല. അങ്ങേര് പേടിച്ച് പോയി കാണുമായിരിക്കും. ഹോ ആ ശല്യം എന്താണെങ്കിലും ഒഴിഞ്ഞു കിട്ടി, ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, ഭാഗ്യം. വീട്ടിലിനിയിപ്പോൾ എന്തായിരിക്കും അവസ്ഥ? അവർക്കൊക്കെ സന്തോഷമായി കാണും, ഞാനവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലായിരിക്കും എന്നിങ്ങനെ സ്വന്തം പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇവിടെ എന്താ പാലൊന്നും ചൂടാക്കിയില്ലല്ലോ, കാണുന്നില്ലല്ലോ എന്നോർത്തിങ്ങനെ നിൽക്കണം. അപ്പോൾ കാഞ്ചന വേഗം തന്നെ അമ്മേ എന്ന് വിളിച്ചു. അപ്പോൾ ഇതേ അമ്മ പാലും ഒക്കെ ആയിട്ട് വരികയാണ്. ഇതാ ഞാൻ കരുതി അമ്മ പാല് ചൂടാക്കാൻ മറന്നുവെന്ന്, അതാ ഞാൻ വിളിച്ചത്. അങ്ങനെ മറക്കുമോ? മോള് മുറിയിലേക്ക് ചെല്ല്, ദാ അവൻ കാത്തിരുന്ന് മടുത്ത് കാണും. അല്ല ഈ പോകുന്നതിന് മുൻപ് ഉപദേശമൊന്നും തരുന്നില്ലേ അമ്മേ എന്ന് ചോദിച്ചു. സാധാരണ അമ്മായിയമ്മമാരെ അങ്ങനെ കൊടുക്കാറുണ്ട്. എന്ത് ഉപദേശം മോളെ, ഒരു ഉപദേശമില്ല, രണ്ടുപേരും നന്നായി ജീവിക്കുക. പിന്നെ എത്രയും വേഗം ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഈ അമ്മയുടെ കൈകളിലേക്ക് തരിക. ഈ പ്രസവിച്ച സൗന്ദര്യം പറയുന്നതിൽ സത്യമുണ്ടോ? അതൊക്കെ ആരാ മോളെ പറയുന്നത്, ഒരു സത്യവും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നീ എത്ര വേണമെങ്കിലും പ്രസവിച്ചോ, എന്നാൽ പിന്നെ നോക്കാം, അതിനു മുമ്പ് ചില കാര്യങ്ങൾ തീർപ്പാക്കാനുണ്ട്. ശരി ഗുഡ് നൈറ്റ് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന ഈ പാലുമായിട്ട് റൂമിലേക്ക് പോവാണ്. അല്ല എന്ത് കാര്യം തീർപ്പാക്കുന്ന കാര്യമാണ് അവൾ പറഞ്ഞത്? ആർക്കറിയാം, എന്താണെങ്കിലും അവനും ഗുഡ് നൈറ്റ് ആയാൽ മതിയായിരുന്നു. അപ്പോൾ മണി 10:30 ആ കനിലാണെങ്കിൽ കാത്തിരുന്ന് മടുത്തു. അപ്പോൾ കാഞ്ചന പാലുമൊക്കെ ആയിട്ട് കയറി വന്നു. അപ്പോൾ വേഗം തന്നെ നീ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നതെന്നറിയുമോ? നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു മൃഗവും മറ്റൊരു മൃഗത്തെ കാത്തിരിക്കാറില്ല. ഉണ്ട്, മേലിലെ മൃഗങ്ങളുടെ കാര്യം മിണ്ടിപ്പോരുത്, പാൽ കുടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അത് വാങ്ങി എന്നിട്ട് അത് കുടിക്കുകയാണ്. എന്നിട്ട് നേരെ കാഞ്ചനയ്ക്ക് കൊടുത്തു. അപ്പോൾ കാഞ്ചനയും വാങ്ങി കുടിച്ചു കേട്ടോ. ദാ എന്ന് പറഞ്ഞു. അപ്പോൾ കാഞ്ചനയും സന്തോഷത്തോടു കൂടി തന്നെയാണ് അപ്പോൾ അത് വാങ്ങിച്ച് കുടിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അനിലിൻ്റെ സന്തോഷമൊക്കെ തോന്നി. അപ്പോൾ ഇത് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അനിൽ വേഗം പശുവിൻ്റെ കാര്യം പറയാണ്. ഈ പശുമ്പാലിൻ്റെ ഗുണത്തെക്കുറിച്ച് ഞാനൊരു കവിത പാടട്ടെ, അതങ്ങ് മൃഗാശുപത്രി വേദി, ഇതിവിടെ വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, നീ ധൈര്യമായിട്ട് ചോദിക്കുക, ഞാൻ പറയാം എന്ന് പറഞ്ഞു. ശരി, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് ഉത്തരം പറയണം. അതിൽ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പാവം ഇരിക്കുകയാണ്. ഇങ്ങനെ എന്ത് ചോദിക്കാൻ പോകണമെന്നറിയാം. ഒരു കയ്യിലൊരു പേപ്പറും പേനയൊക്കെ എടുത്തുകൊണ്ട് നേരെ കാഞ്ചന അനിലിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പം ഇതെന്താ നിൻ്റെ കയ്യിൽ പേപ്പറും പേനയൊക്കെ? ആവശ്യമുണ്ട്, പേരുകൾ എഴുതി വെക്കാനാ, അതുകൊണ്ട് അത് മറന്നു പോവും. അമ്മ പറഞ്ഞല്ലോ നിങ്ങൾക്ക് 10 കാമുകിമാരുണ്ടായിരുന്നല്ലോ, അവളുടെ പേര് പറ, എവിടെ താമസിക്കുന്നു എന്ന് പറയണം, വയസ്സും പറയണം. അപ്പോൾ ഇത് കേട്ടിട്ട് അനിൽ ഒരൊറ്റ ചിരി ചിരിച്ചു കേട്ടോ.
അന്ന് എന്താ നിങ്ങൾ എന്തിനാ ചിരിക്കണത് എന്ന് ചോദിച്ചു. എൻ്റെ പൊന്ന് കാഞ്ചനെ, എടി അത് അമ്മ ചുമ്മാ പറഞ്ഞതാ. എനിക്ക് ഒറ്റ കാമുകിമാർ പോലും ഉണ്ടായിരുന്നില്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്. നിൻ്റെ ഒരു കാര്യം. അതെ, അത് വിട്. പറയുന്ന കേൾക്ക്. എന്നോട് കള്ളം പറഞ്ഞ ഏശില്ല കേട്ടോ. കള്ളവല്ല കാഞ്ചനെ, സത്യമാണ് ഞാൻ പറഞ്ഞത്. 10 എണ്ണം പോയിട്ട് ഒരെണ്ണം പോലും എനിക്കുണ്ടായിരുന്നില്ല. ദേ, മര്യാദയ്ക്ക് പറയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ പലതും നടക്കും എന്ന് പറഞ്ഞു. ആദ്യ രാത്രി തന്നെ നാണം കെടരുത് എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു, എനിക്ക് ഒരു കാമുകനെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് 10 എണ്ണവും. ഷോ എൻ്റെ പൊന്നോ, നിങ്ങളെയൊക്കെ എന്ത് പേര് പറഞ്ഞാൽ വിളിക്കാം? നല്ലവനായ അനിൽ എന്ന് വിളിച്ചാൽ മതി. നല്ലവനായ ഒരു അനിൽ വന്നിരിക്കുന്നു. 10 കാമുകിമാരുടെ പേര് പറയാനാ പറഞ്ഞത്. എൻ്റെ പൊന്നീശ്വര, ഇനിയിപ്പോൾ 10 കാമുകിമാരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ഇവള് കിടത്തി ഉറക്കില്ല. ഏതെങ്കിലും 10 പേര് പറയാം എന്ന് പറഞ്ഞു. 10 പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല, എന്നാൽ ഇന്ന് ആദ്യ രാത്രിയാണ്. പേര് പറഞ്ഞാൽ ഈ ലൈറ്റൊന്നും ഓഫാക്കാമല്ലോ അല്ലേ? ശരി, ഓഫാക്കാം. എന്നാൽ പേര് പറയാം എന്ന് പറഞ്ഞ് അനിലില്ലാത്തതൊക്കെ പേരങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ പേരും പറഞ്ഞു. അല്ല, എന്നിട്ട് എന്താ ഇവരിൽ ആരെ കെട്ടാതിരുന്നത്? അല്ല, കെട്ടാൻ വേണ്ടി പ്രണയിച്ചതല്ല, എൻ്റെ ജാതകത്തിലുള്ളതാ. അങ്ങ് കിഴക്കുള്ള അതിസുന്ദരിയും സൽസ്വഭാവിയായ കാഞ്ചന എന്ന പെണ്ണിനെയെ ഞാൻ കെട്ടുക എന്ന്. ലൈറ്റ് അണക്കി കാഞ്ചനെ. ഷോപ്പിംഗ് ഒക്കെ അവിടെ വെച്ചാൽ മതി കേട്ടോ. ഇവരുടെ ഡീറ്റെയിൽസ് ഫുൾ പറഞ്ഞിട്ട് ലൈറ്റ് അടച്ചാൽ മതി. കാഞ്ചനെ പറയാനല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഒന്നാമത്തെ കാമുകിയുടെ ഡീറ്റെയിൽസ് പറ, വീട്ടുപേര് അഡ്രസ്സ് എല്ലാം പറയണം എന്ന് പറഞ്ഞു. അവസാനം ഏതൊക്കെയോ വീട്ടുപേരും അഡ്രസ്സും പറഞ്ഞ് ആളങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അതോടെ അപ്പം എണീറ്റ് എന്നൊക്കെ പറഞ്ഞ് വേഗം വിളിക്കുകയാണ്. പക്ഷേങ്കിൽ ആൾ ഉറങ്ങി. നാളെ പറയാം എന്നും പറയുകയും ചെയ്തു. 4 മണി വരെ കാഞ്ചന ഇത് തന്നെയായിരുന്നു പരിപാടി. അനിലിൻ്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ ആയി. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ രാജേന്ദ്രനെയാണ്. അപ്പം രാജേന്ദ്രൻ ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ റൂമിൽ റെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് ഈ രാഖി കയറി വരുന്നത്. രാഖി കയറി വരുമ്പം അച്ഛാ എന്താ ഇവിടെ ഒരു കള്ളത്തരം എന്ന് ചോദിച്ചു. കള്ളത്തരമോ? നീ എന്താ മോളെ? അപ്പോൾ ഈ രാജേന്ദ്രൻ്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ വേഗം തന്നെ രാഖി വന്നിട്ട് അയ്യോ അച്ഛാ എന്ന് വിളിച്ചോ. അയ്യോ ഇതെന്താ ഇത് ചോര എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആൾ ശ്രദ്ധിക്കുന്നത്. അച്ഛാ ഇതെന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അച്ഛൻ എന്താ പറ്റിയത്? അച്ഛൻ്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നല്ലോ. അച്ഛൻ ഇത് അറിയുന്നില്ലേ? എന്താ പറ്റിയത് അച്ഛാ എന്ന് ചോദിച്ച് രാഗി ഇരുന്ന് കരയാൻ തുടങ്ങി. നീ ഒച്ച വെക്കാതിരിക്കുക. എന്താ പറ്റിയ അച്ഛ എന്ന് ചോദിച്ചോ. ഒന്നുമില്ലാതെ പിന്നെ ഇങ്ങനെ ചോര വരുമോ അച്ഛ? പറയേ എന്താ പറ്റിയത്? അച്ഛൻ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിച്ചോ. ഉണ്ട് മോളെ, എനിക്ക് അസുഖമുണ്ട് എന്ന് പറഞ്ഞു. എന്നും അച്ഛൻ ഇവിടുന്ന് പോകുന്നത് ഡോക്ടറെ കാണാനായിട്ടാ എന്ന് പറഞ്ഞു. എന്താ അച്ഛൻ്റെ അസുഖം എന്ന് ചോദിച്ചോ. പേടിക്കേണ്ട അസുഖം തന്നെയാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാഗി ആകെ ഇതായി. എത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല മോളെ എന്ന് പറഞ്ഞു. അച്ഛാ മോളെ നീ കരയാതെ, അതെ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മോളെ. എന്താണേലും നല്ല ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് വിഷമിക്കണ്ട. കാശൊക്കെ കുറേ ചിലവാകുന്നുമുണ്ട്. മോളെ വിഷമിക്കാതെ. എത്രയും വേഗം ഞാൻ വിട്ടു പോവില്ല എന്ന് എനിക്ക് വാശിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രാഗി കെട്ടിപ്പിടിച്ചെന്ന് കരയാണ് കേട്ടോ. മോളെ നീ കരയാതെ മോളെ, നീ ആശ്വസിക്കുക. ഇതാരെയും അറിയിക്കരുത് കേട്ടോ. സന്തോഷത്തോടെ കൂടെ കഴിയുക എല്ലാവരും. ആരോടും പറയരുത്. അതിനെന്തിനാണ് വെറുതെ? അച്ഛൻ എത്ര നാളെ നമ്മളിത് മറച്ചു വയ്ക്കും? എല്ലാവരോടും പറയാം അച്ഛാ. എന്നിട്ട് നമുക്ക് നല്ല വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അച്ഛനെ. പറയുന്ന കേൾക്ക്. അതെ, അത് മോൾ പേടിക്കാതിരിക്കുക. നല്ല ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ദേ ഇതൊന്നും മോൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ വേണം നീ പെരുമാറാൻ കേട്ടോ എന്ന് ചോദിച്ചു. കരഞ്ഞ് മറ്റുള്ളവരെ കൂടി അറിയിക്കരുത്. അച്ഛനും മോളൊരു ചൂട് ചായ കോഫി എടുത്തുകൊണ്ട് പോവാ. ചെല്ലു മോളെ എന്ന് പറഞ്ഞ് രാഗിയെ പറഞ്ഞു വിടുകയാണ് രാജേന്ദ്രൻ. എന്നിട്ട് രാജേന്ദ്രൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബാങ്കിൽ നിന്ന് കോൾ വരുന്നത്. എന്താ രാജേന്ദ്ര, ഇതേ ഞാൻ എത്ര തവണയായിട്ട് വിളിക്കുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ 3 ദിവസത്തിനുള്ളിൽ ക്യാഷ് അടയ്ക്കണമെന്ന്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പും അതുപോലെ തന്നെ വീടും എല്ലാം ഈ കമ്പനിയുടെ കയ്യിലിരിക്കും. അയ്യോ സർ, അത് പിന്നെ ഒന്നും പറയണ്ട സർ, എനിക്ക് കുറച്ച് ദിവസത്തെ സമയം കൂടി തരണം. ഇല്ല, 3 ദിവസം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം കൈവിട്ടു പോവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതോർത്ത് രാജേന്ദ്രൻ പിന്നെയും വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് മീനുവിനെയാണ്. മീനു കിച്ചണിൽ ഇങ്ങനെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അഖില എവിടെയോ പോയിട്ട് വരികയാണ്. നീ ഇത് രാവിലെ എവിടെ പോയതാ? ഞാൻ പുറത്ത് വരെ പോയി. ഇതാ ചേച്ചി, ഇതെന്നാടി എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് പ്രഗ്നൻസി കിറ്റ്, പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പം മീനുവിന് കൈ കിട്ടിയപ്പോൾ ഭയങ്കര ടെൻഷൻ. എന്താ
എന്തെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അല്ല, ഇനി എനിക്കൊരു ആകുലത, കുഴപ്പമൊന്നുമില്ലായിരിക്കും, പോസിറ്റീവ് അല്ലെങ്കിലോ? പോസിറ്റീവ് ആയിരിക്കും ചേച്ചി, ഞാൻ നോക്ക് എന്ന് പറഞ്ഞു. എന്താണെങ്കിലും തൽക്കാലം അർജുനോട് ഇത് പറയണ്ട എന്ന് പറഞ്ഞു. ഈ സമയത്താണ് അർജുൻ അങ്ങോട്ടേക്ക് വന്നത്. എന്താ ചേച്ചി അനിയത്തി തമ്മിലൊരു ഡിസ്കഷൻ? ഒന്നുമില്ല, വെറുതെ. അപ്പോൾ വേഗം കയ്യിലിരുന്ന സാധനം പുറകെ പിടിച്ച് മീനും ഇങ്ങനെ നിൽക്കുകയാണ്. അഖില അങ്ങ് പോവുകയും ചെയ്തു. എന്തെങ്കിലും നോക്കണത്, കയ്യിലെന്താ അതിൻ്റെ എന്ന് ചോദിച്ചു. ഒന്നുമില്ല. ഒന്നുമില്ലേ? അപ്പോൾ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അർജുൻ അത് മേടിച്ചു. എന്താന്ന് ഞാനൊന്ന് നോക്കട്ടെ. അർജുൻ വേണ്ടാട്ടോ, മര്യാദയ്ക്ക് അതിങ്ങ് തരാനാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ബേലം പിടിച്ച് അർജുൻ്റെ കയ്യിൽ നിന്ന് അത് ഒരു തരത്തിൽ മീനും അത് വാങ്ങി. പറ മീനു, ഇതെന്താ ഇതെന്ന്? അതൊക്കെ പറയാം. പിന്നെ നീ എനിക്ക് എന്തോ ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതെന്നാ തരിക? നോക്കട്ടെ, പെട്ടെന്ന് തരാൻ പറ്റുമോയെന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.